ത്രിയേക ദൈവത്തിന് സ്തുതി. സമയം സാക്ഷിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. പ്രിയരെ, 19-ാം നൂറ്റാണ്ടിലെ കേരള സഭാ ചരിത്രത്തിൽ വിശ്വാസത്തിൻ്റെ വെളിച്ചവുമായി കടന്നു വന്ന ഒരു മഹാനായ മനുഷ്യനുണ്ട്. നൂറ്റാണ്ടുകളോളം തുടർന്നു പോന്ന വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ധീരമായി ചോദ്യം ചെയ്ത ഒരു പരിഷ്കർത്താവ്, ഒരു സഭയുടെ ചരിത്രത്തെ പൂർണ്ണമായും തിരുത്തി എഴുതിയ ഒരു സഭാപിതാവ്. അദ്ദേഹമാണ് പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പാൻ അഥവാ എബ്രഹാം മൽപ്പാൻ. നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് ഒരു കാര്യം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. 1653 കേരളത്തിലെ തോമ നസ്രാണികൾ കൂനൻ കുരിശ് സത്യം എന്ന പേരിൽ ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു. പോർച്ചുഗീസ് ആധിപത്യത്തിൽ നിന്ന് രക്ഷ നേടാനായി അവർ ഒരുമിച്ച് നിന്ന് റോമിൻ്റെ കീഴിലുള്ള സഭയെ ഉപേക്ഷിച്ച് അന്ത്യോക്യൻ സുറിയാനി സഭയുടെ പാരമ്പര്യം സ്വീകരിച്ചു. ഈ സുറിയാനി പാരമ്പര്യത്തിൽ നിന്നാണ് പിന്നീട് മലങ്കര മാർത്തോമ സഭ എന്ന ഒരു സ്വതന്ത്ര സഭ രൂപം കൊണ്ടത്. ഈ പാരമ്പര്യത്തിൽ കാലക്രമേണ കടന്നുകൂടിയ ആചാരങ്ങളുടെയും അതിൽ കലർന്ന തെറ്റായ പഠിപ്പിക്കലുകളുടെയും ഇരുട്ടിൽ നിന്ന് സഭയെ നേരായ വഴിക്ക് നയിക്കാൻ ശ്രമിച്ച ഒരു പ്രവാചകനാണ് എബ്രഹാം മൽപ്പാൻ എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആധുനിക മാർത്തോമ സഭയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന എബ്രഹാം മൽപ്പാനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം, വിശ്വാസം, അദ്ദേഹം മുന്നോട്ട് വച്ച നവീകരണ ആശയങ്ങൾ. പ്രിയരെ, നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വഴികളിലൂടെ ഒരു യാത്ര തുടങ്ങാം. എബ്രഹാം മൽപ്പാൻ്റെ ജീവിതം ആരംഭിക്കുന്നത് 1796 മെയ് മാസം 30 കോഴഞ്ചേരിയിലെ പുരാതന കുടുംബമായ പാലക്കുന്നത്ത് എന്ന കുടുംബത്തിലാണ്. ഒരു പൗരോഹിത്യ പാരമ്പര്യമുള്ള കുടുംബമായിരുന്നു അത്. ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ തന്നെ തൻ്റെ പിതാവ് അന്തരിച്ചതിനാൽ പിതൃ സഹോദരനും ഒരു സന്യാസി പുരോഹിതനുമായിരുന്ന മാത്തൻ തോമ മൽപ്പാൻ്റെ സംരക്ഷണയിലാണ് അദ്ദേഹം വളർന്നു വന്നത്. ഈ ബാല്യകാലം തന്നെ അദ്ദേഹത്തിന് ആഴത്തിലുള്ള ആത്മീയ പരിശീലനം നൽകിയിരുന്നു. കാലോചിതമായ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം ഒരു ശമ്മാശനായി. തുടർന്ന് പുതുപ്പള്ളിയിൽ പടിഞ്ഞാറേക്കുറ്റ് കോര മൽപ്പാൻ്റെ കീഴിൽ സുറിയാനി ഭാഷയും ദൈവശാസ്ത്രവും പഠിക്കാൻ തുടങ്ങി. അക്കാലത്ത് ബൈബിളിൻ്റെ ഭാഷയായ സുറിയാനിയിൽ അവഗാഹം നേടുന്നത് ഒരു പണ്ഡിതന് അത്യന്താപേക്ഷിതമായിരുന്ന കാലം. എബ്രഹാം മൽപ്പാൻ ഈ പഠനത്തിൽ വലിയ പ്രാവീണ്യം അത്ഭുതവഹമായി നേടി. 1815 8-ാം മാർത്തോമയുടെ കയ്യിൽ നിന്ന് അദ്ദേഹം കത്തനാർ പട്ടം സ്വീകരിച്ചു. തുടർന്ന് മാരാമൺ പള്ളിയിലെ കൊച്ചു കത്തനാരായി അദ്ദേഹം സേവനം ആരംഭിച്ചു. ഇവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു ഘട്ടം ആരംഭിക്കുന്നത്. കോട്ടയം പഴയ സെമിനാരിയിൽ സുറിയാനി അധ്യാപകനായി. ആ കാലത്ത് സെമിനാരി അധ്യാപകരെ ബഹുമാനത്തോടെ വിളിച്ചിരുന്ന പേരാണ് മൽപ്പാൻ. അങ്ങനെ സുറിയാനി അധ്യാപകനായി അദ്ദേഹം നിയമിതനായി. ഇവിടെ വെച്ച് അദ്ദേഹത്തിന് CMS മിഷണറിമാരുമായി സമ്പർക്കം സ്ഥാപിക്കുവാൻ സാധിച്ചത് ഒരു വലിയ മുന്നേറ്റമായിരുന്നു. മിഷണറിമാർ നൽകിയ ബൈബിൾ പരിഭാഷകളും അവരുമായി നടത്തിയ ആഴമേറിയ സംവാദങ്ങളും അദ്ദേഹത്തിൻ്റെ ചിന്തകളെ മാറ്റിമറിക്കുവാൻ തുടങ്ങി. ഈ പഠനത്തിലൂടെ ലഭിച്ച ആത്മീയ ഉൾക്കാഴ്ചയുടെയും ദൈവവചനത്തിൻ്റെയും പിൻബലത്തിൽ മലങ്കരയിലെ സഭയിൽ ഒരു നവീകരണം അനിവാര്യമാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അദ്ദേഹം കണ്ട പ്രധാന പ്രശ്നങ്ങൾ ഇവയായിരുന്നു. ആരാധനക്രമം. സുറിയാനി ഭാഷയിലുള്ള ആരാധന സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പ്രയാസമായതിനാൽ ആരാധന
വെറുമൊരു ചടങ്ങായി മാറുന്നു. ഇത് ആരാധനക്രമത്തിൽ ഒരു നവീകരണം വേണമെന്ന അദ്ദേഹത്തിൻ്റെ ചിന്തയുടെ ആരംഭം കുറിക്കുന്നൊരു കാര്യമായിരുന്നു. മറ്റൊന്ന് അന്ധവിശ്വാസങ്ങൾ. മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന, മരിച്ചവരോടുള്ള പ്രാർത്ഥന തുടങ്ങിയ പല ആചാരങ്ങളും ബൈബിൾ വിരുദ്ധമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഈ ഉൾക്കാഴ്ചയോടുകൂടി ഒരു നവീകരണത്തിന് സമയം അതിക്രമിച്ചു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. എബ്രഹാം മൽപ്പാൻ തൻ്റെ നവീകരണ ആശയങ്ങൾ ഒറ്റയ്ക്ക് രൂപപ്പെടുത്തിയതായിരുന്നില്ല എന്നതാണ് വാസ്തവം. അദ്ദേഹത്തിന് സമാന ചിന്താഗതിയുള്ള നിരവധി വൈദികർ വളരെ കാര്യമായ പിന്തുണ ആ കാലത്ത് നൽകി. അവർ ബ്രിട്ടീഷ് റെസിഡൻ്റായ കേണൽ ഫ്രേസറിന് നവീകരണത്തിനുള്ള സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു നിവേദനം നൽകി. 1836 നൽകിയ ഈ നിവേദനമാണ് മലങ്കരയിലെ നവീകരണ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന രേഖയായി ഇന്നും നിലകൊള്ളുന്നത്. നവീകരണ പോർക്കളത്തിലെ കാഹളം എന്നാണ് ചരിത്രകാരന്മാർ ഈ രേഖയെ വിശേഷിപ്പിച്ചത്. എന്നാൽ റെസിഡൻറ്റിൽ നിന്ന് പ്രത്യേക സഹായം ലഭിക്കാത്തതിനാൽ എബ്രഹാം മൽപ്പാൻ തന്നെ നവീകരണത്തിന് നേതൃത്വം നൽകാൻ തീരുമാനിച്ചു. പരിഷ്കരിച്ച ആരാധനാക്രമം എന്നത് ഒരു പ്രത്യേക തലക്കെട്ടായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അദ്ദേഹം ബൈബിളിന് വിരുദ്ധമെന്ന് കരുതിയ ആചാരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ആരാധനാക്രമം പരിഷ്കരിക്കുകയും സുറിയാനി ഭാഷയിലുള്ള കുർബാന ക്രമം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുകയും ചെയ്തു. 1836 ഓഗസ്റ്റ് 29 മാരാമൺ പള്ളിയിൽ അദ്ദേഹം ആദ്യമായി മലയാളത്തിലുള്ള വിശുദ്ധ കുർബാന ചൊല്ലി. ഈ ധീരമായ നടപടി വിശ്വാസം ജനങ്ങളുടെ സ്വന്തം ഭാഷയിലേക്ക് ഇറങ്ങി വരുന്നതിന് വഴിയൊരുക്കുകയായിരുന്നു അന്ന്. ഇത് അദ്ദേഹത്തെ പിന്തുണച്ച വൈദികരും സന്തോഷത്തോടെ പിന്തുടർന്നു. അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള മൽപ്പാൻ്റെ നിലപാടുകളും വളരെ ചർച്ചാ വിഷയമാക്കേണ്ട ഒന്ന് തന്നെയാണ്. വളരെ പ്രശസ്തമായിരുന്ന മുത്തപ്പൻ ആരാധന അദ്ദേഹം നിർത്തലാക്കി. ഒരു പള്ളിയിലെ ആഘോഷത്തിൻ്റെ ഇടയിൽ വിശുദ്ധ സങ്കല്പ പ്രതിമ എടുത്ത് കിണറ്റിലെറിഞ്ഞുകൊണ്ട് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്: ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോട് ചോദിക്കുന്നത് എന്തിന്? ഈ പ്രവൃത്തി അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ശക്തമായ നിലപാടുകളെ വെളിപ്പെടുത്തുകയായിരുന്നു. മറ്റു ചില പരിഷ്കാരങ്ങൾ കൂടെ നമുക്ക് ചിന്തിക്കാം. മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, വിശുദ്ധന്മാരുടെ മധ്യസ്ഥത, ആർഭാടപൂർവമുള്ള പെരുന്നാൾ ആഘോഷങ്ങൾ, ചെവിയിലൂടെയുള്ള ആ കുമ്പസാരം എന്നിവയെല്ലാം അദ്ദേഹം ബൈബിളിന് വിരുദ്ധമാണെന്ന് പഠിപ്പിച്ചു. ഈ നവീകരണങ്ങൾ സഭയിൽ ഒരു വലിയ കൊടുങ്കാറ്റ് പോലെ ചലനങ്ങൾ സൃഷ്ടിച്ചു. എബ്രഹാം മൽപ്പാൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ വലിയൊരു വികാരമുണ്ടാക്കി ഒരു വിഭാഗം ജനങ്ങളിൽ. ഒരു ഭാഗത്ത് വലിയൊരു വിഭാഗം ജനങ്ങൾ അദ്ദേഹത്തെ പിന്തുണച്ചപ്പോൾ മറുഭാഗത്ത് യാഥാസ്ഥിതിക വിഭാഗത്തിൽ നിന്ന് അദ്ദേഹത്തിന് കടുത്ത എതിർപ്പുകളും നേരിടേണ്ടി വന്നു എന്ന് സാരം. മതപരമായ വിചാരണ 1836 കുന്നംകുളത്ത് വച്ച് അദ്ദേഹത്തെ വിചാരണ ചെയ്തു. തൻ്റെ നവീകരണ ആശയങ്ങൾ പിൻവലിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. പക്ഷെ അദ്ദേഹം തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നു. ഇതിൻ്റെ ഫലമായി 1837 മലങ്കര മെത്രാപ്പോലീത്തയായിരുന്ന ചെറിയ പൗലോസ് എബ്രഹാം മൽപ്പാനെ സഭയിൽ നിന്ന് പുറത്താക്കി. ഈ പുറത്താക്കൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു വലിയ പ്രതിസന്ധി ആയിരുന്നു എങ്കിലും അദ്ദേഹത്തെ അത് തെല്ലും തളർത്തിയില്ല. പുറത്താക്കപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തെ പിന്തുണച്ച വൈദികരും വിശ്വാസികളും അദ്ദേഹത്തോടൊപ്പം ചേർന്നു. മാരാമൺ, കോഴഞ്ചേരി, ഇരവിപേരൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നവീകരണ പ്രസ്ഥാനത്തിന് വലിയ പിന്തുണ ലഭിച്ചു. അന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരപുത്രനും ശിഷ്യനുമായിരുന്ന മാത്യൂസ്
അന്ത്യോക്യയിലേക്ക് പോയി. അവിടുത്തെ പാത്രിയാർക്കീസ് അദ്ദേഹത്തെ മെത്രോപോലിത്തയായി പട്ടം നൽകി. മാത്യൂസ് മാർ അത്തനേസിയോസ് എന്ന പേരിൽ അദ്ദേഹം തിരിച്ചു വന്നു. ഈ നവീകരണ പ്രസ്ഥാനത്തിന് ഈ തിരിച്ചുവരവ് വലിയൊരാശ്വാസമാകുന്ന കാഴ്ചയാണ് പിന്നീട് കാണുന്നത്. എബ്രഹാം അൽപ്പാൻ്റെ ജീവിതം വെറും ഒരു നൂറ്റാണ്ട് മുൻപത്തെ കേവല ചരിത്രമല്ല, അതിന്നും നമുക്ക് പ്രസക്തമാണ്. സഭയിലെ നവീകരണ ആവശ്യങ്ങളെ കാലാകാലങ്ങളിൽ ഇതര സഭകളെ ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതവും ശുശ്രൂഷകളും. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും പ്രവർത്തനങ്ങളും നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലും ജീവിതത്തിലും ഒരുപാട് പാഠങ്ങളും നൽകുന്നുണ്ട്. സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളാനുള്ള ധൈര്യം അതെടുത്തു പറയണം. എബ്രഹാം അൽപ്പാൻ ജീവിച്ച കാലഘട്ടം യാഥാസ്ഥിതിക വിശ്വാസങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിന്താഗതി അവതരിപ്പിക്കാനും അതിൽ ഉറച്ചു നിൽക്കാനും അദ്ദേഹത്തിന് വലിയ ധൈര്യം ആവശ്യമായിരുന്നു. അദ്ദേഹത്തെ സഭയിൽ നിന്ന് പുറത്താക്കി, അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി, സമൂഹത്തിൽ അപമാനിക്കാൻ ശ്രമിച്ചു. എങ്കിലും അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിലും ദൈവവചനത്തിലും ഉറച്ചു നിന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിലും പലപ്പോഴും സത്യം പറയാനും നീതിക്ക് വേണ്ടി നിലകൊള്ളാനും ധൈര്യമില്ലാത്ത ഒരവസ്ഥയുണ്ട്. അല്ലെങ്കിൽ സത്യവും നീതിയും അടിച്ചമർത്തപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. എബ്രഹാം അൽപ്പാൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഭീഷണികൾ നേരിട്ടാൽ പോലും സത്യത്തിന് വേണ്ടി നിലകൊള്ളാനുള്ള ആർജവം നമുക്കുണ്ടായിരിക്കണം എന്നാണ്. അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തെക്കുറിച്ച് മുത്തപ്പൻ്റെ പ്രതിമ കിണറ്റിലെറിഞ്ഞുകൊണ്ട് അദ്ദേഹം കാണിച്ചത് വെറുമൊരു ധീരമായ പ്രവൃത്തി മാത്രമല്ല, മറിച്ച് അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുവാനുള്ള വിശ്വാസ സമൂഹത്തോടുള്ള ഒരാഹ്വാനം കൂടിയായിരുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിലും വിശ്വാസത്തിൻ്റെ പേരിൽ പല അന്ധവിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ട്. രോഗശാന്തിക്ക് വേണ്ടിയുള്ള അനാവശ്യമായ ആചാരങ്ങൾ, അനാവശ്യമായ അസത്യമായ പ്രവചനങ്ങൾ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത്, മനുഷ്യർ ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നത്, ആൾ ദൈവങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഇന്നും നടക്കുന്നുണ്ട്. എബ്രഹാം അൽപ്പാൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവവചനത്തെ അടിസ്ഥാനമാക്കി മാത്രം ജീവിക്കുകയും അന്ധവിശ്വാസങ്ങളെ ധീരമായി ചോദ്യം ചെയ്യുകയും ചെയ്യണം എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും പ്രാധാന്യം സുറിയാനിയിലായിരുന്ന ആരാധനയെ മലയാളം ഭാഷയിലേക്ക് മാറ്റിക്കൊണ്ട് അദ്ദേഹം കാണിച്ചൊരു കാര്യം വിശ്വാസം ജനകീയമായിരിക്കണം എന്നതാണ്. ഒരു സാധാരണക്കാരൻ്റെ ഭാഷയിൽ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുമ്പോൾ ആ വിശ്വാസം കൂടുതൽ ആഴത്തിൽ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും ആത്മീയ കാര്യങ്ങൾ ചില പ്രത്യേക പണ്ഡിതന്മാർക്കും വിഭാഗങ്ങൾക്കും മാത്രമായി ഒതുങ്ങിക്കൂടുന്ന ഒരു കാഴ്ച. എന്നാൽ എബ്രഹാം അൽപ്പാൻ്റെ പ്രവൃത്തി നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസം എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ലളിതമാകണം എന്നാണ്. എബ്രഹാം അൽപ്പാൻ ഒരു പരിഷ്കർത്താവായിരുന്നു, നമുക്കറിയാം. കാലം മാറുമ്പോൾ വിശ്വാസത്തിലും ആരാധനയിലും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുവാൻ അദ്ദേഹം തയ്യാറായിരുന്നു. പഴമയെ മാത്രം മുറുകെ പിടിച്ച് പുതിയ ചിന്തകളെയും വെല്ലുവിളികളെയും തടയുന്നത് ഒരു സമൂഹത്തിൻ്റെ പുരോഗതിയെ തന്നെ തടയുമെന്ന് പൂർണ്ണമായും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. എബ്രഹാം അൽപ്പാൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് കാലത്തിൻ്റെ മാറ്റങ്ങളെ ഭയപ്പെടാതെ ദൈവവചനത്തിന് അനുസൃതമായ ധീരമായ തീരുമാനങ്ങൾ പ്രാർത്ഥനയോടെ കൈക്കൊണ്ട് സമർപ്പണത്തോടെ ജീവിക്കണം എന്നാണ്. എബ്രഹാം അൽപ്പാൻ തൻ്റെ ജീവിതകാലത്ത് ഒരു പുതിയ സഭ സ്ഥാപിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഒരു പുതിയ സഭയുടെ ജനനത്തിന് വഴിയൊരുക്കുകയായിരുന്നു. എബ്രഹാം അൽപ്പാൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരപുത്രനായ പാലക്കുന്നത്ത് തോമസ് ഈ പ്രസ്ഥാനത്തെ ഏറ്റെടുത്ത് നയിച്ചു.
നവീകരണ വിഭാഗവും യാഥാസ്ഥിതിക വിഭാഗവും തമ്മിൽ സഭയുടെ സ്വത്തുക്കളെക്കുറിച്ച് വലിയ തർക്കങ്ങൾ പിന്നീട് നടക്കുകയുണ്ടായി. ഈ തർക്കങ്ങൾക്കൊടുവിൽ ഒരു കോടതി കേസിലേക്ക് അത് പോകുകയും ചെയ്തു. ഈ കേസിൽ 1889 ബ്രിട്ടീഷ് കോടതി അവരുടെ വിധി നവീകരണ വിഭാഗത്തിന് അനുകൂലമായി വന്നു. ഈ കോടതി വിധിക്ക് ശേഷമാണ് മാർത്തോമാ സഭ ഒരു സ്വതന്ത്ര സഭയായി ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുന്നത്. ഇത് വെറും ഒരു നിയമപരമായ വിജയം മാത്രമല്ല, എബ്രഹാം മൽപ്പാൻ മുന്നോട്ട് വച്ച നവീകരണ ആശയങ്ങളുടെയും സത്യത്തിൻ്റെയും വിജയം കൂടെയായിരുന്നു. എബ്രഹാം മൽപ്പാൻ്റെ നവീകരണ ആശയങ്ങൾ മാർത്തോമാ സഭയെ മാത്രമല്ല, മറ്റു പല സഭകളെയും സ്വാധീനിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു മനുഷ്യൻ്റെ ധീരമായ നിലപാടുകൾക്ക് ഒരു സമൂഹത്തെ മുഴുവൻ എങ്ങനെ സ്വാധീനിക്കുവാൻ കഴിയുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. വെറും ആചാരങ്ങൾക്ക് പകരം ദൈവവചനത്തിന് പ്രാധാന്യം നൽകുവാനുള്ള അദ്ദേഹത്തിൻ്റെ ആഹ്വാനം ഇന്നും അതൊരുപാട് വിശ്വാസികൾക്ക്, ഇതര സഭകൾക്ക് ഒരു പ്രചോദനമാണ്. ഒരു വിശ്വാസി, ഒരു പണ്ഡിതൻ, ഒരു നേതാവ്, ഒരു പരിഷ്കർത്താവ്, ഇങ്ങനെ പല നിലകളിൽ എബ്രഹാം മൽപ്പാനെ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഇന്നും കേരളത്തിലെ ക്രൈസ്തവർക്ക് ഒരു വെളിച്ചമാണ്, ഒരു മാതൃകയാണ്. ആ വെളിച്ചം ഭാവി തലമുറകൾക്കും വഴി കാണിക്കട്ടെ. സമയം സാക്ഷിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. കാലത്തിൻ്റെ മികച്ച ഒരു സാക്ഷ്യപ്പെടുത്തലുമായി ഇനിയൊരു അധ്യായത്തിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നന്ദി.